പണം നിങ്ങളുടെ ശത്രുവല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്താണ് പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി ഐ ലവ് മണി എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഐ ലവ് മണി എന്ന് പറയുന്നത് ഇത് എന്തിനാണെന്നുള്ള കാര്യം വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് എല്ലാവരും തന്നെ കമന്റ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഞാൻ കുട്ടിക്കാലം മുതൽ കേട്ടൊരു കാര്യമുണ്ട്. പണം എന്ന് പറയുന്നത് ശത്രുവിന്റെ കയ്യിലെ ഒരു കളിപ്പാട്ടമാണ്, അല്ലെങ്കിൽ ദുഷ്ടന്റെ കയ്യിലെ ഒരു കളിപ്പാട്ടമാണ്. അതോടൊപ്പം തന്നെ പണക്കാരെല്ലാം തന്നെ മോശമായ വ്യക്തികളാണ് എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായത്. അത് കാരണം ഒരിക്കലും തന്നെ പണം എന്നിലേക്ക് വന്നില്ല. കാരണം എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പണം കൂടിക്കഴിഞ്ഞാൽ ഞാനൊരു മോശമായിട്ടുള്ള വ്യക്തിയാകുമോ എന്നുള്ള ചിന്തയായിരുന്നു. അത് കാരണം പല അവസരങ്ങളും ഞാൻ വേണ്ട എന്ന് വെച്ചു. എപ്പോഴും മിനിമം അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അതാണ് നമ്മളെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. പണത്തെ നമ്മൾ കാണുന്ന രീതി. മറ്റൊരു ഉദാഹരണം കൂടി എടുക്കാം. നിങ്ങൾക്ക് രണ്ട് കൂട്ടുകാരുണ്ടെന്ന് കരുതാം. ആദ്യത്തെ കൂട്ടുകാരോട് വളരെ സ്നേഹത്തോടെ, വളരെയധികം സൗഹൃദത്തോടെ നിങ്ങൾ പെരുമാറുന്നു. രണ്ടാമത്തെ സുഹൃത്തിനോട് നിങ്ങൾ എങ്ങനെയാണ്? അവോയ്ഡ് ചെയ്യാണ്, എപ്പോഴും ഇൻസൾട്ട് ചെയ്യാണ് എന്ന് കരുതുക. ഇതിൽ ഏത് സുഹൃത്തായിരിക്കും നിങ്ങളെ കൂടെ ജീവിത അവസാനം വരെ ഉണ്ടാകുക? ആദ്യത്തെ സുഹൃത്താണ്. കാരണം ആദ്യത്തെ സുഹൃത്തിന് എപ്പോഴും സ്നേഹവും എപ്പോഴും പരിഗണനയും നമ്മൾ കൊടുത്തിരുന്നു. എന്നാൽ രണ്ടാമത്തെ സുഹൃത്തിനോട് നമ്മൾ എന്താ ചെയ്തത്? എപ്പോഴും ഇൻസൾട്ടും അവഗണനയും മാത്രമാണ് കൊടുത്തത്. ഇതാണ് പണത്തിന്റെ മാനിഫെസ്റ്റേഷന് നമ്മളെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ പണത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എപ്പോഴും പേടിച്ചുകൊണ്ട്. അതായത് ഒരു സുഹൃത്തിനെ നമ്മൾ പേടിച്ചുകൊണ്ടാണ് നമ്മൾ അവനെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, അവനോട് കൂട്ടുകൂടുന്നതെങ്കിൽ അവൻ അകന്നു പോകില്ലേ? അല്ലേ? അത് സത്യമല്ലേ? അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും പണത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കുക. ഇന്നു മുതൽ നിങ്ങൾ പണത്തിനെ സുഹൃത്തിനെ പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്. കാരണം പണത്തെ നിങ്ങൾ ഒരു ശത്രുവിനെ പോലെ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പണത്തിന്റെ ബ്ലോക്ക് നിങ്ങളിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ചിലവാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പണത്തെ സന്തോഷത്തോടെ കൂടെ നിങ്ങൾ ചിലവാക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പണം നിങ്ങൾക്ക് നൽകുന്ന ഒരു കംഫർട്ട്. അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 1,00,00,000 രൂപ ഉണ്ടെന്ന് കരുതാം. 1,00,00,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ്, നിങ്ങളുടെ സന്തോഷം എല്ലാം തന്നെ വർദ്ധിക്കില്ലേ? അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ വെറും 500 രൂപയാണ് അല്ലെങ്കിൽ ഒരു 100 രൂപയാണ്, നിങ്ങൾ സമാധാനം നഷ്ടപ്പെടില്ലേ? എന്നിട്ട് സത്യത്തിൽ പണം എന്ന് പറയുന്ന കാര്യം നിങ്ങളെ ഒരു ശത്രുവല്ല, മറിച്ച് നിങ്ങൾക്ക് സംരക്ഷണവും നിങ്ങൾക്ക് ശക്തി നൽകുന്ന ഒരു കാര്യമായിട്ട് ഇന്നു മുതൽ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങാം. അതായത് പണത്തെ ആഗ്രഹിക്കാനും എല്ലാം തന്നെ തുടങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് കടന്നു വരുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഠിനമായി അധ്വാനിക്കരുത്. അതായത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും തന്നെ അവർ റിച്ച് ആവില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക്, ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന വ്യക്തികളെ ഒന്ന് നോക്കി നോക്കൂ. ആ ജോലിയൊന്നും തന്നെ ഞാൻ മോശമായിട്ട് കാണുകയില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട്. മറിച്ച് നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ശാരീരികമായിട്ട് കഠിനമായി അധ്വാനിക്കുന്ന വ്യക്തികൾ ഒരിക്കലും തന്നെ റിച്ച് ആവില്ല. എപ്പോഴാണോ അവർ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്, അഥവാ അവരെ സ്കില്ല് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്, അന്ന് മുതലാണ് അവർക്ക് പണം വരാൻ തുടങ്ങുക. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ, ഇപ്പം നിങ്ങൾ ഏത് മേഖലയിലാവട്ടെ, ചിലപ്പോൾ നിങ്ങളൊരു ഡിസൈനർ ആയിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്പീക്കർ ആയിരിക്കും, എന്തുമാവട്ടെ, ഏത് സ്കില്ലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷനിലെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് കൊണ്ട് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ നിങ്ങൾ മനസ്സിന് റീപ്രോഗ്രാം ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പണം നേരെ വന്ന് തരില്ല. ഇതിൽ തന്നെ പറയാം, അതായത് ഇവിടെ കോഴ്സുകളോ കാര്യങ്ങളാണ് ഞാൻ സെല് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കില്ലുകളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം എപ്പോഴാണോ പണം എന്ന് പറയുന്നത് നല്ല കഴിവുള്ളവൻ്റെയും നല്ല സ്മാർട്ടായിട്ടുള്ള വ്യക്തികളുടെ കയ്യിലേക്ക് മാത്രമേ പണം വരികയുള്ളൂ. അല്ലാതെ വെറും ഒരു പോസിറ്റീവ് ചിന്താഗതി കൊണ്ട് മാത്രം നിങ്ങൾക്ക് പണം ഉണ്ടാകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് സത്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്കില്ല് എത്രത്തോളമാണ് ഡെവലപ്പ് ആക്കാൻ സാധിക്കുന്നത്, എത്രത്തോളം അതിനെ ഉയർത്താൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് സാധിക്കുന്നത്, അന്നേരം മുതൽ നിങ്ങളെ കയ്യിലേക്ക് പണം വരികയും നിങ്ങൾക്ക് പണത്തെ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്ത കാര്യമാണ്, പണത്തെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അയ്യോ പണം തീർന്നു പോയല്ലോ എന്നുള്ള ചിന്തയിൽ നിന്ന് ഓക്കെ, എൻ്റെ കയ്യിൽ പണമുള്ളത് കൊണ്ടാണ് എനിക്ക് സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് എന്നുള്ള ചിന്താഗതി നിങ്ങൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പണം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേടിയോടെയാണ് ചിലവാക്കുന്നതെങ്കിൽ
പണത്തെ മുൻപേ പറഞ്ഞ ആ ഉദാഹരണം പോലെ തന്നെ ഒരു സുഹൃത്തിനെ നിങ്ങൾ പേടിയോടെ കൂടിയാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ ആ ഒരു സൗഹൃദം തകരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പണവുമായുള്ള ബന്ധം നശിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പണത്തെ സന്തോഷത്തോടെ ചിലവഴിക്കുക. ചിലവാകുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്തിനോട് പറയാറില്ലേ, ഓക്കെ എന്തായാലും വീണ്ടും കാണും, അടുത്ത് തന്നെ വീണ്ടും കാണാം എന്ന് പറയാറില്ലേ? അതേപോലെ തന്നെ പണത്തിന് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ പറയാം, എന്തായാലും നീ പെട്ടെന്ന് തന്നെ എന്നിലേക്ക് തിരികെ വരുന്ന അറിയാന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സങ്കല്പം മനസ്സിൽ അതിനൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് ആ പണത്തെ സ്പെൻഡ് ചെയ്ത് നോക്കൂ. അത് അതേപോലെ തന്നെ ചിലപ്പോൾ അത് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് മണി എന്ന് പറയുന്നത്. അന്നേരം ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പണവുമായിട്ടുള്ള ബന്ധപ്പെട്ട നിങ്ങളുടെ ബന്ധം സൗഹൃദപരമായിരിക്കും. അതിനു മുൻപേ നിങ്ങൾ ശത്രുവിനെ പോലെ കണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ നല്ല സുഹൃത്താണ്, ഏതൊരവസ്ഥയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല സുഹൃത്താണെന്ന് കാണാൻ വേണ്ടി തുടങ്ങും. എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ എപ്പോഴാണ് പണം വന്നത് അന്നേരമാണ് എനിക്ക് എൻ്റെ നല്ല സൗഹൃദങ്ങളും കാര്യങ്ങളും മീൻസ് എനിക്കൊരു ശക്തി വന്നത് എന്നുള്ളതാണ്. അതുവരെ ഞാൻ എപ്പോഴും പണത്തെ എവിടെയിട്ട് സൗഹൃദത്തിനും ബന്ധങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുത്തത്. അതെല്ലാം വെറുതെയാണ്. പണമെന്ന് പറയുന്ന കാര്യം നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബന്ധങ്ങളായാലും സൗഹൃദമായാലും പ്രണയമായാലും കുടുംബ ബന്ധമായാലും ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും അത് മനസ്സിലെ ഒരു കല്ലിൽ നമ്മൾ എന്താ പറയാ മാർക്ക് ചെയ്യില്ലേ, അതേപോലെ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ പച്ച കുത്തുക എന്ന് പറയും, അതേപോലെ തന്നെ മനസ്സിൽ വെക്കുക. പണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം നൽകും. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു 99% പ്രശ്നങ്ങൾ ഇല്ലാതാകും. അത് എൻ്റെ അനുഭവമാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ പണമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ഓരോന്നായി നഷ്ടപ്പെടും. എന്നാൽ നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനേജ് ചെയ്യുന്നു. അതിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, പണം ഉണ്ടായി കഴിഞ്ഞാൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അത് തെറ്റാണ്. എപ്പോൾ മുതലാണോ നിങ്ങൾക്ക് പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, അതോടൊപ്പം തന്നെ പണത്തിന്റെ റിസോഴ്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അന്നേരം മുതലാണ് നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുക. അതിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു അബൻഡൻസ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഇത് എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യം തന്നെയാണ്. അതായത് പണത്തെ ഞാൻ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയ രീതിയിൽ നിന്ന് തന്നെ എൻ്റെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ ആശയങ്ങളും നല്ല നല്ല വ്യക്തികളും എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നു. ഇത് എൻ്റെ അനുഭവമാണ്. ഈ ഒരു രീതി തന്നെ, അതായത് ഒരു സുഹൃത്തായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവസരങ്ങളായിട്ടാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയത്. ഇന്നു മുതൽ നിങ്ങൾ പറയാം, ഐ ലവ് മണി, മണി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും നല്ല സുഹൃത്താണ്. എല്ലാവരും നിങ്ങളെ ഉപേക്ഷിക്കണം, പണം നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ എല്ലാം തന്നെ തിരികെ പിടിക്കാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു ഊർജ്ജമാണെന്ന് കരുതാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും നല്ല സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ പണത്തെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പണം വെറുതെ അനാവശ്യമായിട്ട് നമ്മളെ വീടുകളിൽ അവിടെ ഇവിടെയും കാണാറില്ലേ, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എവിടെയായാലും 1 രൂപയാണെങ്കിൽ പോലും അതിന് എന്തെങ്കിലും പോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിനു വേണ്ടി ഷെൽഫോ കാര്യങ്ങളോ മാറ്റി വെക്കുക. നിങ്ങളെ പേഴ്സിലായാലും എല്ലാം തന്നെ അടുക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെന്ന് കരുതുക, അവനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാതെ അവനെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവൻ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും, അല്ലേ? നിങ്ങളൊരു സുഹൃത്ത് നിങ്ങൾക്ക് കൂടെയുണ്ട്, അവനെ എപ്പോഴും അവോയ്ഡ് ചെയ്യാണ്, അല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കുകയാണ്, അവൻ എന്ത് തോന്നും? ഓക്കെ, എനിക്ക് റെസ്പെക്ട് ഇടുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. അത് അവൻ അകന്നു പോകുന്ന പോലെ തന്നെയാണ് പണത്തെ എപ്പോഴും റെസ്പെക്റ്റോടെ കൂടെ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. പണം എപ്പോഴും പേഴ്സിലായാലും വീട്ടിലായാലും എല്ലാം തന്നെ അതിനുവേണ്ടി ഷെൽഫ്, അതിനുവേണ്ടിയുള്ള വാളറ്റ് അതിലേക്ക് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പണം നമ്മൾ ഈ സ്ത്രീകളാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇടുക, അല്ലെങ്കിൽ സാരിയുടെ തുമ്പിൽ കെട്ടിയിടുക, അരിയുടെ ഉള്ളിൽ വെക്കുക, അതോടൊപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് കാശ് സൂക്ഷിക്കുകയാണെങ്കിൽ പണം എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. പണം നിങ്ങൾക്ക് അബൻഡൻസും സന്തോഷവും എല്ലാം തന്നെ നൽകുന്നതാണ്. ഇതാണ് പണത്തെ നിങ്ങളുടെ സുഹൃത്താക്കി മാറ്റുന്ന വിദ്യ എന്ന് പറയുന്നത്. തീർച്ചയായും ഇതിലെ പറഞ്ഞ ഓരോ പോയിന്റ്സും നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു 360 ഡിഗ്രി മാറ്റം നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്ക് നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.